സംസ്ഥാനത്തെ കലോത്സവത്തിന് ഹരിതകർമ്മസേന ചേച്ചിമാരും ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ സജീവമാണ്. മാലിന്യങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന്റെ തിരക്കിലാണവർ. കലോത്സവം തൃശൂർ എത്തിയപ്പോൾ തൃശൂർ പൂരം എത്തിയ സന്തോഷമാണെന്നാണ് ചേച്ചിമാർ പറയുന്നത്. നമ്മുടെ സ്വന്തം ഹരിതകർമ്മസേനയുടെ ചേച്ചിമാരാണ്. അപ്പൊ എങ്ങനെ ഒന്ന് പരിചയപ്പെടല്ലേ? എൻ്റെ പേര് മേഴ്സി. ഞങ്ങൾ ഇവിടെ കയറിയിട്ട് 22 വർഷമായി. തേക്കുംകാട് മൈതാനം വൃത്തിയാക്കുന്ന ചേച്ചിമാരാണ് സേവനശ്രീ 5 കോർപ്പറേഷൻ. ചേച്ചിയുടെ എൻ്റെ പേര് ബിനു. ചേച്ചിയുടെ മീന, സിന്ധു, പത്മം. ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങോട്ട് വരൂ. പത്മം. ചേച്ചിയുടെ ചന്ദ്രിക. നമ്മൾ വെറുതെ അല്ല ഇവരെ പരിചയപ്പെടുത്തിയത്. കലോത്സവം നടക്കുന്ന വേദി 2യുടെ പുറകിലാണ് നമ്മൾ ഇവരെ കണ്ടത്. എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഇവരുള്ളത്. അതിനിടയിലാണ് നമ്മൾ ഇവരെ കണ്ടുപിടിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വർക്കൊക്കെ എങ്ങനെയാ? സെറ്റാണോ? ഞങ്ങളിപ്പോ കലോത്സവം പ്രമാണിച്ച് രാവിലെ 6:15 തൊട്ട് ഡ്യൂട്ടി തുടങ്ങുന്നുണ്ട്. 6:15 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ഡ്യൂട്ടി സമയം നീട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. രാവിലെ വന്നിട്ട് റൗണ്ട് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് പറമ്പിൽ കയറി പറമ്പൊക്കെ ക്ലീൻ ചെയ്യും. അപ്പൊ കലോത്സവത്തിന്റെ തലേദിവസം ഞങ്ങൾ വൈകുന്നേരം വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എല്ലാ മരങ്ങളും വെട്ടിയിട്ടതും എല്ലാം മാറ്റാനായിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താണ് ഗ്രീൻ വളണ്ടിയേഴ്സ്? ഈ കലോത്സവത്തിന് വേണ്ടി 4 ദിവസം നിയമിച്ചേക്കണ്ട ഹരിതകർമ്മസേനയെന്ന്. പിന്നെ തൊഴിലുറപ്പിന്റെ ആൾക്കാരൊക്കെ എല്ലാ സ്റ്റേജിലും അവർ നിയമിച്ചു. ഞങ്ങൾ വന്നുണ്ട് വരും സ്ഥിരമായിട്ടുള്ളവര്. ഇവരൊക്കെ ഈ താൽക്കാലികമായിട്ട് ഈ ആവശ്യത്തിനായിട്ട് വന്നിട്ടുള്ളതാണ്. തൃശ്ശൂരാണ് ഇപ്പോ കലോത്സവം നടക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം, അതിന് നല്ല സന്തോഷം. തൃശ്ശൂർ പൂരം വന്ന പോലത്തെ സന്തോഷമുണ്ട്. കപ്പും കൂടിയും കിട്ടണം. കഴിഞ്ഞ വർഷം കപ്പ് കിട്ടി. അപ്പൊ ഇത്തവണ വാങ്ങുന്നതാണ്. 100% ഉറപ്പാണ് തൃശ്ശൂർ കപ്പ് എടുക്കുന്നത്. കപ്പ് എടുക്കണമെന്നാണ്. അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ, എല്ലാം നോക്കിയിട്ട് വേണ്ടേ. പരിപാടികളൊക്കെ കാണാൻ സമയം കിട്ടിയായിരുന്നോ? ഒന്ന് എത്തിച്ചു നോക്കും. കാണാൻ സമയം കിട്ടാറില്ല. നമ്മുടെ പണിയുടെ സംബന്ധിച്ച് ഉണ്ടാവാൻ പറ്റില്ലല്ലോ. ഉച്ച കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കാണാം. എന്താ പറയുക, ഇതിനൊക്കെ നല്ല കാര്യങ്ങൾ കലോത്സവം തൃശ്ശൂർ നടക്കണേന് ഞങ്ങൾ അഭിമാനിക്കും. നടന്നതാണല്ലോ, 10 കൊല്ലം മുമ്പ് നടന്നതാണല്ലോ 19-ല്. അപ്പൊ പിന്നെ ഇപ്പൊ ഒരു ആഘോഷം തന്നെയാ. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പൂരത്തിന്റെ ഒരു പ്രതീതിയാ. തൃശ്ശൂർ പൂരം എന്ന പ്രതീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ മേട നിൽക്കുന്നുണ്ട്, 2 മേട. ഈ മേടാണ് ഈ പറമ്പിന്റെ മേടം. അപ്പോ തൃശ്ശൂർ പൂരം വന്ന ആഘോഷമാണ്. പക്ഷെ കാണാൻ പറ്റാത്തതിൽ ചെറിയ വിഷമം. ഞങ്ങൾ പോയി നോക്കണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വരണമെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ തരം തിരിക്കുമ്പോ എങ്ങനെ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല, സ്ഥിരം ചെയ്യുന്ന പണിയാണല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല. ഒരുപാട് വേസ്റ്റുകൾ കിട്ടുന്നുണ്ടോ ഈ ഭാഗത്തൊക്കെ ആയിട്ട്? എന്നും ഉണ്ടാവും വേസ്റ്റ്. ഇതേപോലെ എന്നും ഇവിടെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഉണ്ടാവും. അമ്പലത്തിന്റെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ. അപ്പൊ ബസ്സും വണ്ടി, ഇപ്പൊ ശബരിമല സീസൺ അല്ലേ, അപ്പൊ നല്ല വേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഈ ഭാഗത്ത്. ചൂട് കാലം കൂടിയാണ്, നല്ല ചൂടാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടില്ലേ? അതൊക്കെ സഹിച്ചിട്ട് വരുന്നു, ജോലി ചെയ്യുന്നു. എന്തായാലും രാവില്ല പകലില്ലാതെ ഈ ഒരു വേദി എത്രയും മനോഹരമായി വെക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഇവർ ഇത്രയും പ്രയത്നിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത്ര വൃത്തിയുള്ള ഒരു സാഹചര്യത്തിൽ ഇരുന്ന് കലോത്സവം നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നത്. അതിന് ഇവർക്ക് നമ്മൾ നല്ലൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. ക്യാമറാമാൻ ജിഷു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.